ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഫ്രൂട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് എഡ്ജ് പ്രസർ ഫ്രൂട്ട്. ഈ ഒരു ഫ്രൂട്ട് 3 സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ. 3mm, 6mm അങ്ങനെയൊക്കെയാണ് ഈ ഓരോ ഫ്രൂട്ടുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. 3 സൈസിൽ ഈ ഫ്രൂട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ. നാരോ എഡ്ജ് ഫ്രൂട്ട്, വൈഡ് എഡ്ജ് പ്രസർ ഫ്രൂട്ട് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഇതിലിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നാരോ എഡ്ജ് പ്രസർ ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ നീഡിൽ വെക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ഹുക്ക് വരുന്നത്. ഇതാണ് നമ്മൾ മെഷീനുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സ്ഥലം. പിന്നെ ഇതിൻ്റെ എഡ്ജിൽ ഒരു കർവ് പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ക്ലോത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കർവിൽ നമ്മുടെ എഡ്ജൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടും. അതുപോലെ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു ലൈന് പോലെ പോകുന്നുണ്ട്. ഈ ഒരു കർവിലൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ ക്ലോത്തിനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ ഒരു ലൈനിലൂടെയാണ്. അപ്പോൾ ആ ഒരു ചെറിയൊരു ഗ്യാപ്പിലൂടെ നമ്മൾ ക്ലോത്തിനെ നന്നായി മടക്കി കൊടുക്കുന്നുണ്ട്. അതാണ് എഡ്ജ് നന്നായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ അംബ്രല്ല കട്ട് അങ്ങനത്തെ ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഈ ഫ്രൂട്ട്. അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് കൂടെയാണിത്. അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് മെഷീനിൽ ജോയിൻ ചെയ്ത് കൊടുക്കാമെന്ന് നോക്കാം. ആദ്യം നീഡിലിനെ ഇതുപോലെ ഒന്ന് പൊക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ത്രെഡിനെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് ബാക്കിൽ നിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഫ്രൂട്ടിനെ അഴിച്ചെടുക്കാനൊക്കെ പറ്റും. അതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാനും ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു ഹുക്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് പുൾ ചെയ്ത് കൊടുത്താൽ ആ ഒരു ഭാഗം ജോയിൻ ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് ഫാബ്രിക്കിനെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട എഡ്ജ് ഉണ്ടല്ലോ, അതിന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്നൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗം എന്നിട്ട് ഈ ഒരു ഫ്രൂട്ടിൻ്റെ കർവ് ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇതുപോലെ ഒന്ന് കടത്തി കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗം ഫസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അപ്പം ഇതുപോലെ സ്മൂത്തായിട്ടൊരു ക്ലോത്തും കൂടി ആകുമ്പോൾ നല്ല പാടാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തേക്കൊന്ന് പൊക്കി ഒന്ന് കയറ്റി കൊടുക്കുന്നും കൂടി ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ക്ലോത്തിൻ്റെ എഡ്ജിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി. ബാക്കിയൊക്കെ ആ ഒരു ഫ്രൂട്ട് ചെയ്തോളും. ഇത് പ്രത്യേകിച്ചും ഇതൊരു നേരിയ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഡ്ജ് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു നമ്മുടെ കട്ടിങ് ഉണ്ടാവില്ല എഡ്ജിൽ, അതൊന്ന് ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് നമുക്കങ്ങനെ നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. സ്ട്രൈറ്റ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. സിക്സാക്സ് സ്റ്റിച്ചിലും ഈ ഒരു എഡ്ജ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് സ്ട്രൈറ്റ് സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫാബ്രിക് എന്ന് പറയുന്നത് സിൽക്കി ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. ഇത് ഭയങ്കര സ്മൂത്തായിട്ടുള്ള ഒരു ക്ലോത്താണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് പലാസോ പാൻറ്റിന് വേണ്ടിയിട്ട് അംബ്രല്ല കട്ടിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗം നോക്കി നമ്മൾ മടക്കി തയ്ക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഈ അംബ്രല്ല കട്ടൊക്കെ മടക്കി തയ്ക്കുമ്പോൾ എന്തായാലും ആ ഒരു ഭാഗം കർവ് ഷേപ്പിലല്ലേ വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം എന്തായാലും നമുക്ക് ഒരു മടങ്ങിയിട്ട് നിൽക്കും. എത്ര നമ്മൾ അയൺ ചെയ്താലും ആ ഒരു വൃത്തി കിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള എഡ്ജൊക്കെ നമുക്ക് ഈ ഒരു ഫ്രൂട്ട് വെച്ചിട്ട് നല്ല വൃത്തിയിൽ തന്നെ ചെയ്തെടുക്കാം. ഒരു ചുളിഞ്ഞിട്ടോ മടങ്ങിയിട്ടോ ഒന്നും നിൽക്കില്ല. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഫ്രൂട്ട് നാരോ എഡ്ജഡ് പ്രസർ ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ എഡ്ജ് വളരെ നാരോ ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പിന്നെ ഉള്ളത് വൈഡ് പ്രസർ ഫ്രൂട്ടായിരുന്നു. അത് ഇതിലേറെ കുറച്ചും കൂടി തിക്കായിട്ടുള്ള ക്ലോത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ വേറൊന്നും കൂടി ഉണ്ട്, അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് ഉപയോഗിച്ച് നമ്മുടെ പലാസോയുടെ ആ ഒരു ഭാഗം മൊത്തം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ലൈനിങ് കൂടി നമ്മൾ ചെയ്തെടുക്കുന്നത് എങ്ങനെ നോക്കാം. സെയിം മെത്തേഡിൽ തന്നെയാണ്. ഇതുപോലെ ആ ഒരു കർവിലേക്ക് ഈ ഒരു ഫാബ്രിക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ആ ഒരു നമ്മുടെ കട്ടിങ്ങിൻ്റെ ആ ഒരു ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ഉള്ളിലേക്കാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി ഒന്ന് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രൈറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ഭാഗം നമുക്ക് വൃത്തിയായിട്ട് തന്നെ കിട്ടും.
അപ്പോൾ ഇതാ പലാസയുടെ എഡ്ജൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നേരെ എഡ്ജഡ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ എന്തായാലും മടക്കി തയ്ക്കുമ്പോൾ ഈ ഒരു വൃത്തിയിൽ നമുക്ക് കിട്ടില്ല. ആ ഒരു ഭാഗം എത്ര നമ്മൾ ചെറുതാക്കി മടക്കി തയ്ച്ചാലും അതിൻ്റെ എഡ്ജൊക്കെ പിരിഞ്ഞിട്ടാവും നിൽക്കുക. നമുക്ക് എത്ര അയൺ ചെയ്താലും ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതുപോലെയുള്ള അംബ്രല്ല പാൻറ്റൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഫൂട്ട് കൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ജോലി പകുതിയായിട്ട് കുറയും. പെട്ടെന്ന് തന്നെ നല്ല ഫിനിഷിങ്ങിലും നമുക്കിത് ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.